CPIM ആയന്നൂർ ബ്രാഞ്ച് സമ്മേളനം PK ദാമോദരൻ നഗറിൽ നടന്നു. മുതിർന്ന CPM പ്രവർത്തകൻ N ദിവാകരൻ പതാക ഉയർത്തി. ഇൻക്ലാബ് സിന്ദാബാദ് CPIM സിന്ദാബാദ് CPIM സിന്ദാബാദ് രക്തസാക്ഷികൾ സിന്ദാബാദ് രക്തസാക്ഷികൾ സിന്ദാബാദ് രക്തപതാക സിന്ദാബാദ് രക്തപതാക സിന്ദാബാദ്. തുടർന്ന് നടന്ന പൊതുസമ്മേളനം ഏരിയ കമ്മിറ്റി അംഗം KP നാരായണൻ ഉദ്ഘാടനം ചെയ്തു. അടിത്തറ ബലപ്പെട്ടില്ലാത്ത സംഭവിക്കുക സ്വാഭാവികമായിട്ടും ആ കെട്ടിടത്തിൽ ഇവർക്കാരും നിലനിൽപ്പുണ്ടാകില്ല. അടിത്തറയാണ് ബ്രാഞ്ച്. ഏത് സംഘടന ഏത് ഘടകത്തിൽ ഏറ്റവും മേലെ അടി കിടക്കേണ്ട സംഘടന പാർട്ടി ബ്രാഞ്ചാണ്. ഓരോ ഗുണം കൂടെ അറിയോ, എല്ലാ അംഗങ്ങളും മക്കളിൽ ഒരു ബ്രാഞ്ച് സമ്മേളനം ഉള്ളൂ. ഒരു സംഘടന എല്ലാ അംഗങ്ങളും മക്കളിൽ ഒരേ ഒരു സമ്മേളനം ബ്രാഞ്ച് സമ്മേളനം കേട്ടോ. ഇവിടെ എല്ലാവരും മക്കൾ ആരും ഇതിനകത്ത് കമ്മിറ്റി ഇല്ല. സാധാരണ പറഞ്ഞ സംഭവത്തിൽ വരെ പാർട്ടി ബ്രാഞ്ച് കമ്മിറ്റി എന്ന് പറയാറുണ്ടല്ലോ. പാർട്ടി ബ്രാഞ്ച് കമ്മിറ്റി ഇല്ല. ബ്രാഞ്ച് കമ്മിറ്റി ഉണ്ടാവും കേട്ടോ. പറഞ്ഞു ഉണ്ടാവും. എന്തുകൊണ്ടാണ് എല്ലാവരും ഒരുപോലെയാണ്. സെക്രട്ടറി മാത്രമേ ഉണ്ടാവുള്ളൂ. എല്ലാ അംഗങ്ങളാണ് കമ്മിറ്റിക്ക് എല്ലാവരും പെടുന്നതാണ്. തൊട്ട് മുകളിലോട്ട് കമ്മിറ്റി ആയി. ഇപ്പം ബ്രാഞ്ച് സമ്മേളനം കഴിയുന്നു. ഏതാണ്ട് ഈ അടുത്ത മാസത്തോടു കൂടി എന്തായി ലോക്കൽ സമ്മേളനം ആയിരിക്കും. ലോക്കൽ സമ്മേളനം കഴിഞ്ഞ് നവംബർ മാസം എന്താ നമ്മുടെ ഏരിയ സമ്മേളനം നടക്കുകയാണ്. പ്ലാച്ചിക്കര വെച്ചിട്ടാണ്. അതിനുശേഷം ജില്ലാ സമ്മേളനം കാഞ്ഞങ്ങാട് നടക്കുകയാണ്. സംസ്ഥാന സമ്മേളനം കൊല്ലത്ത് നടക്കുകയാണ്. പാർട്ടി കോൺഗ്രസ് നടക്കുന്നത് തമിഴ്നാട്ടിലെ കോയമ്പത്തൂർ വെച്ചാണ്. 24ാം പാർട്ടി കോൺഗ്രസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ പറയാൻ കാരണം ഇത്രമാത്രം മെമ്പർമാരുടെ പ്രസ്ഥാനം. എനിക്ക് തോന്നുന്നു കേരളത്തിനകത്ത് പാർട്ടിയുടെ ഒരു സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ 5,80,000 മെമ്പർമാരുണ്ട്. ഉഷാമോഹൻ രക്തസാക്ഷി പ്രമേയവും PV ദിവാകരൻ അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. C തമ്പാൻ അധ്യക്ഷനായി. K ദാമോദരൻ, പുഷ്പാകരൻ കമ്പല്ലൂർ, TB പ്രസാദ് എന്നിവർ സംസാരിച്ചു. ബ്രാഞ്ച് സെക്രട്ടറി PV പുരുഷോത്തമൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ബ്രാഞ്ച് സെക്രട്ടറിയായി AV വിനീഷ് കുമാറിനെ തെരഞ്ഞെടുത്തു.